എടി മോളെ, ദിവസവും വിളിക്കാറുണ്ടോ? ആ വിളിക്കാറുണ്ട് ചേട്ടാ. ഓ, നിന്നെ വിളിക്കാതിരിക്കത്തില്ലല്ലോ അല്ലേ? അച്ചായിയേ, ആ മോളെ, ഞാൻ നിന്നെ ഒന്ന് വിളിക്കാനിരിക്കുമായിരുന്നു. എന്നാ അച്ചായി? എന്താ കാര്യം? അമ്മച്ചി എന്തിയേ? അകത്തുണ്ട് മോളെ, കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ ഇരിക്കുക. എന്തു പറ്റി? മോളെ, ദിവസേനയുള്ള വാർത്തയൊക്കെ കണ്ടിട്ട് അമ്മച്ചിക്ക് ഊണുമില്ല, ഉറക്കവുമില്ല. ചൂസുമോനൊന്ന് വന്ന് കണ്ടിട്ട് ചത്താ മതി എന്നാണ് പറയുന്നത്. നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക അമ്മച്ചി. മോളൊന്ന് ചെന്ന് ഒന്ന് സമാധാനിപ്പിക്കും. ചെല്ല്, അകത്തോട്ടിയല്ല. അമ്മച്ചി, അമ്മച്ചി, എൻ്റെ പൊന്നമ്മച്ചി, ചേട്ടായിക്ക് അവൻ്റെ ജോലി ചെയ്യണ്ടേ? അവൻ പഠിച്ചതും നമ്മൾ ഈ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊക്കെ എന്നാത്തിനാ? അവന് ജോലി ചെയ്യാനല്ലേ? ഓരോ ദിവസവും ഗൾഫിൽ മരിക്കുന്ന മലയാളികളുടെ വാർത്ത കേൾക്കുമ്പോൾ ഉള്ളു പിടയുക. ആണായിട്ടും പെണ്ണായിട്ടും അവൻ ഒരുത്തനല്ലേ ഞങ്ങൾക്കുള്ളൂ. അവനെന്തെങ്കിലും സംഭവിച്ചു ഞങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവനോട് പറയെങ്കിൽ പോരാൻ. കടമൊക്കെ ഈ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും വീട്ടിക്കോളാം. എൻ്റെ അമ്മച്ചി, അവനവിടെ ഒറ്റയ്ക്കല്ലല്ലോ. അവനെപ്പോലെ ഒരുപാട് ആളുകൾ വേറെയും ഇല്ലേ? അങ്ങനെ ഒരുപാട് പേരുടെ സ്വയം മറന്നുള്ള സേവനത്തിൻ്റെ ഫലമായാണ് ഈ ലോകം അവരെ അംഗീകരിക്കുന്നതും പുകഴ്ത്തുന്നതും. ഇന്നലെ കൂടെ കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മച്ചി ആ വാർത്തയൊന്നും കണ്ടില്ലായിരുന്നു? എൻ്റെ പൊന്നു മോളെ, എന്നെക്കൊണ്ട് പറയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു. ഈ കരച്ചിലൊന്നും നിർത്താതെ എങ്ങനെയാ സമാധാനം കിട്ടുക? അമ്മച്ചി ഇങ്ങ് വന്നേ, ഇവിടെ ഇരുന്നേ. ഞാൻ ചേട്ടായിയെ വിളിച്ചു തരാം. ദേ, നേരിട്ടങ്ങ് സംസാരിച്ചു. ഹായ് നിതു, എന്നാണ്ടാ വിശേഷിച്ച്? ചേട്ടായി, അമ്മച്ചിക്ക് നിന്നെ കാണണമെന്ന്. അമ്മച്ചിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ആദ്യാ. നീ ജോലിയൊക്കെ മതിയാക്കി ഇങ്ങ് പോരാൻ അമ്മച്ചി പറയുന്നത്. നീ അമ്മച്ചിക്കൊന്ന് ഫോൺ കൊടുത്ത്. അമ്മച്ചി, ഇങ്ങോട്ടൊന്ന് നോക്കി. എന്തോരം പാവം മനുഷ്യരാണ് ഇവിടെ ജീവിതത്തിനും മരണത്തിനിടയിൽ കഴിയുന്നറിയാമോ? അവരുടെ ഇടയിൽ സ്വയം മറന്ന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് അമ്മച്ചി ഞങ്ങളുടെ ഊർജം. ദേ, ഇന്നലെ ഉണ്ടല്ലോ, അമ്മച്ചിയെപ്പോലൊരു അമ്മച്ചി സുഖപ്പെട്ടു പോയപ്പോൾ എൻ്റെ കൈപിടിച്ച് തന്നൊരു ഉമ്മയുണ്ടല്ലോ. ആ ഒരു ഉമ്മ മതി ഈ ജോലിയുടെ മുഴുവൻ മാധുര്യം അറിയാൻ. ലോകം ഞങ്ങളെ വിളിക്കുന്ന പേരുണ്ടല്ലോ അമ്മച്ചി, അതെന്നെ അമ്മച്ചി ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടി ഉച്ചത്തിലൊന്ന് പറഞ്ഞു. ഭൂമിയിലെ മാലാഖമാർ. അപ്പോൾ മാലാഖമാർക്ക് ഭൂമിയിലെ അവരുടെ ദൗത്യം നിർവഹിച്ചേ മടങ്ങാൻ കഴിയൂ. ഇനി അമ്മച്ചി എന്നെ ഓർത്ത് കരയൂ. ഡി, അച്ചായിക്കൊന്ന് ഫോൺ കൊടുത്തേ. അച്ചായി, ദേ കേട്ടല്ലോ, അമ്മച്ചി ഇനി എന്നെ ഓർത്ത് കരയത്തില്ല. സമാധാനമായല്ലോ? അപ്പൊ പിന്നെ കാണാം. ഡി,
നീ അവിടെയുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ചേട്ടായിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ടേ? പോകണം. ഞാൻ ദേ തയ്യാറാകുന്നു. അപ്പം ശരി കേട്ടോ. ബായ്. വെല്ലുവിളികൾ സധൈര്യം നേരിട്ട് സകല മഹാമാരിയോടും പടപൊരുതുമ്പോഴും ഞങ്ങളെയും കാത്തൊരു കുടുംബമുണ്ട്. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും 7 വർണ്ണങ്ങളുണ്ട്. കണ്ണുനീരിനും ആകുലതകൾക്കും അപ്പുറം സേവനമെന്നത് തപസ്യയാക്കിയ ദൈവത്തിൻ്റെ സ്വന്തം കരസ്പർശമേറ്റ പടയാളികൾ ഞങ്ങൾ ചിറകില്ലാത്ത മാലാഖമാർ.